അസ്സലാമലൈക്കും. എല്ലാവർക്കും നമസ്കാരം. സയ്യിദ് അലി ചെർപ്പളശ്ശേരിയാണ്. പ്രിയപ്പെട്ട ഹബീബികൾ ഇന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത് നമ്മുടെ പാലക്കാട് ജില്ലയിൽ മണ്ണാർക്കാട് ടൗണിൽ നിന്ന് 5 കിലോമീറ്റർ മാറിയിട്ട് മൈലാമ്പാടം എന്ന് പറയുന്ന ഭാഗത്ത് 55 സെന്റ് നല്ല വരുമാന മാർഗമുള്ള റബ്ബർ മാർക്ക് ചെയ്യാറായത്, കത്തി വെക്കാറായത്. അതിനോട് ചേർന്ന് 1400 സ്ക്വയർ ഫീറ്റ് കിടിലൻ വീട്, സൂപ്പർ വീട്, പഴക്കമില്ലാത്ത നല്ല വീട്, സൂപ്പർ വീട്. മാത്രമല്ല 10,000 രൂപ വാടക കൊടുത്തിരിക്കണം ആ വീട് മാത്രം. അപ്പൊ എന്റെ പ്രിയപ്പെട്ട ഹബീബിങ്ങളെ നമുക്കതൊന്ന് കണ്ടിട്ട് വരാം. അതിന്റെ വിലയാണെങ്കിൽ അഡ്വാൻസ് ആയിട്ട് നമ്മൾ പറയണേ. ഇതിനെല്ലാം പാടെ 35 ലക്ഷം രൂപയെ വിലയുള്ളൂ. 35 ലക്ഷം രൂപ. അത് നെഗോഷ്യബിൾ അല്ല കേട്ടോ. കാരണം എന്താ വെച്ചോ, ഇതിന്റെ ഓണർ ഇതെല്ലാം നമ്മളെ ഏൽപ്പിച്ച് പോയിരിക്കുകയാണ്. അപ്പൊ അതുകൊണ്ട് നമ്മൾ ഫൈനൽ റേറ്റാ പറയുന്നത്. അപ്പൊ അതിന്റെ കൈകാര്യങ്ങൾ ചെയ്യേണ്ടതും അതിന്റെ വില തീരുമാനിക്കേണ്ടതും ഒക്കെ നമുക്ക് തന്നെയാണ്. അപ്പൊ അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട ഹബീബികളെ നിങ്ങളോട് ഒരൊറ്റ കാര്യം പറയുള്ളൂ. വെറും 35 ലക്ഷം രൂപയ്ക്ക് കിട്ടാൻ പോകുന്നത് അതിമനോഹരമായ, നല്ല പ്രൗഢിയുള്ള, നല്ല ഭംഗിയുള്ള, നല്ല ഒരു 1400 സ്ക്വയർ ഫീറ്റ് വീടും 55 സെന്റ് സ്ഥലവും, റിസോർട്ടിന്റെ ഏരിയ. കാരണം നല്ല കൂളിംഗ് ഉള്ള ഏരിയ. നിങ്ങൾക്ക് കണ്ടു കഴിഞ്ഞാൽ അറിയാം, നല്ല കോട മഞ്ഞ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ നമുക്കത് കണ്ടതിന് ശേഷം മറ്റു കാര്യങ്ങൾക്ക്. പ്രിയപ്പെട്ട ഹബീബിങ്ങൾ, ഇതാണ് ബസ് റൂട്ടിൽ നിന്ന് വരുന്ന റോഡ്. ഇത് മണ്ണാർക്കാട് മൈലാമ്പാട് എന്ന് പറഞ്ഞ റോഡാണ്. അപ്പോൾ ഈ വീടിന്റെ തൊട്ടത് കേട്ടോ, ഇതിനോട് ചേർന്നിട്ട് ഇത് നമുക്ക് വീട്ടിലേക്ക് കയറാനുള്ള സ്റ്റെപ്പുകൾ. ഈ കാണുന്ന വീടാണ്. അതിഗംഭീരമായ ചുറ്റുമതിലോട് കൂടിയിട്ടുള്ള നല്ല പ്രോപ്പർട്ടിയാണ് കേട്ടോ. ആരും ഇഷ്ടപ്പെടും. നല്ല റിസോർട്ട് മോഡലാണ്. പ്രിയപ്പെട്ട ഹബീബിങ്ങളെ, ഇത് ധൈര്യമായിട്ട് മേടിച്ചോളിയും. കാരണം അതിനുള്ള വിലയെ പറഞ്ഞിട്ടുള്ളൂ. പിന്നെ നിങ്ങളുടെ കാര്യം പറയാനുള്ളത് എന്താണെന്നറിയോ, ഇത് ഞാൻ തന്നെയാണ് ഇപ്പോൾ വീഡിയോ എടുക്കുന്നത്. കാരണം മഴയാണ്. അപ്പോൾ അതുകൊണ്ടാണ് എന്നെ കാണാത്തത്. നിങ്ങൾ എൻ്റെ സൗണ്ട് മാത്രം കാണാണ്ട് എന്നെ കാണാനില്ല എന്ന് പറയുന്നുണ്ടാവും. വീണ്ട പോട്ടെ. അങ്ങനെ വന്നു കഴിഞ്ഞാൽ അതാണ് വീട്. കണ്ടേ, 2-3 വണ്ടി നിർത്താനുള്ള സൗകര്യം, മിറ്റം 3-4 വണ്ടിയൊക്കെ നിർത്താം. അതിനുള്ള മിറ്റം കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം നമുക്ക് വീട് ഇവിടുന്നൊന്ന് കാണാം. അല്ലേ, കണ്ടില്ലേ? ഇനി നമുക്ക് ഉള്ളൊക്കെ കാണാനില്ല. ഉള്ളൊക്കെ അടിച്ചാൽ പൊളിയാണ്. അടിച്ചാൽ പൊളി. ഈ ജീപ്പ് നിർത്തിയതുണ്ട് ഈ റോഡ് സൈഡിന്. കണ്ടോ, ഫുള്ള് ഫ്രണ്ടേജോട് കൂടിയിട്ട് 55 സെന്റ് സ്ഥലമുണ്ട്. റബ്ബറാണ്, വരുമാനമുണ്ട്, മാവുണ്ട്. കണ്ടേ, ഈ മഴ കാരണം ഇപ്പം ഞാൻ തുടരെ ഉള്ളിൽ കിടക്കണില്ല. കണ്ടില്ലേ ഹബീബിങ്ങൾ, നല്ല അടിച്ചാപ്പൊളി സ്ഥലമാണ്, നല്ല റബ്ബറാണ്, നല്ല വരുമാനമാണ്, നല്ല പാല് കിട്ടുന്ന സ്ഥലമാണ് മണ്ണാർക്കാട് മൈലാമ്പാടം. റബ്ബറിന് ഏറ്റവും കൂടുതൽ പാല് കിട്ടുന്ന ഏരിയയാണ്. ആണോ, കത്തിയാണ് വെക്കാറായിട്ടുള്ളൂ, മാർക്ക് ചെയ്യാറായിട്ടുള്ളൂ കേട്ടോ. മാർക്ക് ചെയ്യാറായ തോട്ടം അല്ലേ അപ്പോൾ കണ്ടില്ലേ, ഇതാണ് റബ്ബർ. ഉണ്ടോ പ്രിയപ്പെട്ട ഹബീബിങ്ങളോട് പറയുന്നതല്ലേ, ഇതാണ് റബ്ബർ. ഇതല്ലേ, അത്രക്ക് വലിയൊരു ചെരിവല്ല, എന്നാൽ ചെറിയ ചെരിവാണ്, സ്റ്റെപ്പായിട്ടുള്ള സ്ഥലമാണ്, നല്ല റബ്ബറാണ്, മാർക്ക് ചെയ്യാറായതാണ്. പിന്നെ വേറെ കാര്യങ്ങളോട് പറയുന്നതല്ലോ, ഇതൊക്കെ നല്ല റിസോർട്ട് ഏരിയയാണ്. കണ്ടില്ലേ, ഇവിടെ വെള്ളച്ചാട്ടം. റോഡിൻ്റെ ഇപ്പുറത്ത് ഇതും കാണിച്ചു തരാണ് കേട്ടോ. മഴക്കാലം തുടങ്ങിയിട്ടേ ഉള്ളൂ, പക്ഷെ നല്ല വെള്ളച്ചാട്ടം കാര്യങ്ങളും, നല്ല പ്രകൃതി ഭംഗിയുള്ള സ്ഥലം, നല്ല പച്ചപ്പുള്ള സ്ഥലം. കണ്ടില്ലേ, അഹദർ കുല്ലു അഹദർ, ഷൂഫിയ ഹബീബി കുല്ലു അഹദർ, അത് മക്കാൻ കുല്ലു അഹദർ, അത് ഷൂഫ്, അത് ജബൽ. भाई लोग बहन लोग देख लो, अच्छा घर है, रिसोर्ट का घर है, जगह है, बहुत जगह है. அண்ணன் தம்பி யாராவது நம்ம வீடியோ சேனல் பார்த்துருந்தானா பாருங்க. ரிசோர்ட் மாடல் வந்து கேரளாவில் மண்ணார்க்காடு. நல்ல இடம், 55 சென்ட் இடம் இருக்கு, 1400 ஸ்கொயர் ஃபீட் வீடு இருக்கு. பாருங்க இந்த இடம் எப்படி இருக்குன்னு. வீடு பாருங்க, அருமையான வீடு, ஆனால் ரைட்டோட கம்மி. ஒரு 35 லட்சம் ரூபாய்க்கு இது கிடைக்க போகிற நமக்கு. 55 சென்ட் இடமும் வீடும் ஒரு 35 லட்சம் ரூபாய்க்கு கிடைக்கும். பாருங்க, நல்ல இடம் பார்த்தீங்களா, அருமையான இடம். ஊட்டி மாதிரி இருக்கா பாருங்க, ஊட்டி மைசூர் மாதிரி இருக்கா பாருங்க. நீங்கள் ரிசோர்ட்டு நல்ல 1400 ஸ்கொயர் ஃபீட் வீடு. இந்த வீடோட மதில் பாருங்க எப்படி இருக்குன்னு, நல்ல மதில் பார்த்தீங்களா. நீங்கள் இந்த ಮನೆ ಯಾರಿಗಾಗೋದು ಬೇಕಾದರೆ ನೋಡಿ, ಒಳ್ಳೆ ಮನೆ ಗೊತ್ತಾಯ್ತಾ. 1400 ಸ್ಕ್ವೇರ್ ಫೀಟ್ ಉಂಟು. ಸ್ವಲ್ಪ ನೋಡಿ, ಒಳ್ಳೆ ಮನೆ, നല്ല ಚೆನ್ನಾಗಿದೆಲ್ಲ. ಹಂಗೆ ಅಲ್ಲಿ ಸ್ವಲ್ಪ ನೋಡಿ ಜಾಗ ನೋಡಿ. ബെന്നി വേഗം ബെന്നി കേട്ടോ. വേണ്ടവർ വേഗം വരിട്ടാ. നല്ല ലാഭ കച്ചവടമാണ്. വെറും 35 ലക്ഷം റുപ്യക്ക് നിങ്ങൾക്ക് തരാൻ പോണേ ഞാൻ. അപ്പോൾ ഇതാണ് ഹബീബിങ്ങളെ നമ്മുടെ വീട്. കണ്ടില്ലേ,
ഇതാണ് വീട്. കാണണം നിങ്ങൾ ഉണ്ടോ. ഇതിൻ്റെ എല്ലാ ഭാഗവും നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരുന്നതാണ്. കണ്ടില്ലേ ഹബീബിങ്ങളെ, നല്ല പ്രൗഢി, നല്ല ഭംഗി, എല്ലാ വാഹനത്തിനും വരാൻ റോഡ്, അതിഗംഭീരമായ വീട്, നല്ല മതിൽ ഉണ്ടോ ഹബീബിങ്ങളെ. കിടന്ന് ഉള്ളിലേക്കിട്ട് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം നല്ലൊരു ഓപ്പൺ കിണർ, അതിസുന്ദരമായ നല്ല വെള്ളം, അതുപോലെ തന്നെ അലക്കാനുള്ള കല്ല്, മാവ് ഇതാണ് ഇവിടെ ഉണ്ട് കേട്ടോ. മാവുണ്ട്, ചെറിയൊരു ഷെഡുണ്ട്. കാണാ ബേബിങ്ങളെ, പൈപ്പ് കാര്യങ്ങളൊക്കെ ഉണ്ട്. കിണറാണെങ്കിലോ നല്ല സൂപ്പർ കിണർ, നല്ല ചെറിയ കിണർ, യഥേഷ്ടം വെള്ളമുണ്ട്. കണ്ടില്ലേ പ്രിയപ്പെട്ട ഹബീബിങ്ങളെ, മഴ കാരണമാണ് മൊബൈൽ നനഞ്ഞു പോകുന്നു, എൻ്റെ ക്യാമറ നനഞ്ഞു പോകുന്നു. അപ്പോൾ എൻ്റെ പ്രിയപ്പെട്ട ഹബീബിങ്ങളെ, നമ്മൾ മുറ്റത്ത് വാഹനങ്ങൾ നിർത്തിയിട്ടുണ്ട്. നല്ല പച്ചപ്പുണ്ട്, നല്ല പ്രകൃതി ഭംഗിയുണ്ട് കേട്ടോ. നല്ല കോടയൊക്കെ വെച്ചാൽ മേലെ നിന്ന് കാണിച്ചാൽ വ്യക്തമായിട്ടോ. അതിഗംഭീരമായ ഗേറ്റ്, മതിൽ, കാര്യങ്ങൾ എല്ലാം ഉണ്ട്. വീടാണെങ്കിലോ സൂപ്പർ വീട് ഇതോ ഹബീബിങ്ങൾ കാണണം. 1300 1500 സ്ക്വയർ ഫീറ്റ് വീടുണ്ട്. നല്ല മോഡൽ വീടാണ്. നല്ല റിസോർട്ട് എൻജോയ്മെൻറ്റ് കേട്ടോ. നല്ല പാർട്ടികൾക്കൊക്കെ വന്ന് താമസിക്കാൻ എൻജോയ് ചെയ്യാൻ പറ്റിയ സ്ഥലമാണ്. പ്രത്യേകിച്ച് മലപ്പുറം, കോഴിക്കോട്, എറണാകുളം ഭാഗത്തുള്ള ആളുകൾക്ക് വാങ്ങിയിട്ട് താമസിക്കാൻ അനുയോജ്യമായ ഇതാണ് അല്ലേ. അപ്പോൾ നമുക്ക് മതിലിൻ്റെ തീരത്തിൽ വന്നു കഴിഞ്ഞാൽ കണ്ടോ റോഡ് കണ്ടോ. ഇത് ബസ് റോഡിൽ നിന്ന് ആകെ 100-150 മീറ്ററേ ഉള്ളൂ. ഇതൊക്കെ വീടുകളാണ്. അപ്പോൾ എൻ്റെ പ്രിയപ്പെട്ട ഹബീബിങ്ങളെ, ഇനി നമുക്ക് ഉള്ളിലേക്കൊന്ന് കിടക്കണം. ഉള്ളിലേക്ക് പ്രവേശിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം ഇവിടെ ഇതാ കേട്ടോ മതിലൊക്കെ ഉണ്ട്, സൈഡിൽ കൂടെ ഒക്കെ മതിലുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഉള്ളിലേക്ക് പ്രവേശിക്കാൻ പോവുകയാണ്. അതിഗംഭീരമായ നല്ലൊരു സിറ്റ് ഔട്ട്, നല്ല അടിച്ചാപ്പൊളി കാർ പോർച്ച് കേട്ടോ. അതുപോലെ തന്നെ ഇവിടെ ഇതിലും കയറി കഴിഞ്ഞാൽ നമുക്ക് കേട്ടോ ഉള്ളിലേക്കാണ് കയറി വെക്കാം. നല്ല നിലയൊക്കെ നല്ല വൃത്തിയിൽ തന്നെ പണിയെടുത്തിട്ടുണ്ട്. ടൈൽസ് ഇട്ടിട്ടുണ്ട്. അത്യാവശ്യം നല്ല ഇതിലാണ്. നല്ല ഡോറ്, കാര്യങ്ങൾ, ജനൽ എല്ലാം ഉണ്ട് അല്ലേ. അപ്പോൾ നിങ്ങൾ കാണണം. നിങ്ങൾ കടന്നു കഴിഞ്ഞ് ഉള്ളിലേക്ക് വന്ന് നല്ല ടൈൽസൊക്കെ ഇട്ടിട്ട് നല്ല ഭംഗിയിൽ തന്നെയാണ് വലിയൊരു ഹാള്. കണ്ടില്ലേ ഡോറ് കണ്ടില്ലേ ഹബീബിങ്ങളെ, ഡോറ് ഇതാണ് ഡോറ്. നല്ല അടിച്ചാപ്പൊളി ഡോറ് ഒന്ന്. അതിൻ്റെ ഓർമ്മ ഡോറ്. ഇപ്പോൾ ഈ 2 ഡോറും കഴിഞ്ഞിട്ട് ഇങ്ങനെ വന്നു കഴിഞ്ഞ് വലിയൊരു ഹാളിലേക്കാണ് കിടക്കുന്നത്. മാത്രമല്ല ഹാൾ മാത്രമല്ല, നമുക്ക് ഡൈനിങ് ഹാൾ കിടക്കണം. നല്ല ആർച്ചൊക്കെ ചെയ്തിട്ട് കേട്ടോ. വീടിൻ്റെ ഭംഗിയൊന്ന് നോക്കണം കേട്ടോ. നല്ല സൂപ്പർ വീട്. എല്ലാ ഭാഗം കണ്ടോളിട്ടാ. അതിനാണ് ഇങ്ങനെ കാണിച്ചു തരുന്നത്. എല്ലാ ഭാഗം കാണിച്ചു തരുന്നത്. ഇങ്ങനെ മുകളിലേക്ക് കയറാനുള്ളതുണ്ട്. മുകളിൽ ഇനി വേണമെങ്കിൽ 1-2 റൂം എടുക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് ആദ്യം ഒരു ബെഡ്റൂമിലേക്ക് പോകാം. അപ്പോൾ എൻ്റെ പ്രിയപ്പെട്ട ഹബീബിങ്ങളെ കാണണം. ബെഡ്റൂം നല്ല അലാക്കിൻ്റെ ബെഡ്റൂമാണ്. നല്ല വലിപ്പമുണ്ട് കേട്ടോ. നല്ല ഭംഗിയിലുള്ള നല്ലൊരു വലിയ ബെഡ്റൂം. ഇതാണ് റാക്ക് കാര്യങ്ങളൊക്കെ ഉണ്ട്. നല്ല സൗകര്യമുള്ള കേട്ടോ. ഇത് അലമാരയൊക്കെ ഉണ്ട് സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ചുമരുമ്പോൾ തന്നെ അലമാരയൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്, യാതൊരു സംശയമില്ല. ഇതാണ് വലിയൊരു ബെഡ്റൂമാണ്. അപ്പോൾ ഒരു ബെഡ്റൂം കാണൽ കഴിഞ്ഞു. ഈ ബെഡ്റൂം നൽകുമ്പോൾ തന്നെ ഇവിടെ നമുക്ക് കോമൺ ബാത്റൂമൊക്കെ ഉണ്ട് കേട്ടോ. ഇതാണ് കോമൺ ബാത്റൂം. യൂറോപ്യൻ ക്ലോസറ്റ് കാര്യങ്ങളൊക്കെ വെച്ചിട്ട് നല്ല ഇതിൽ തന്നെയാണ് അല്ലേ. അപ്പോൾ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഒരു റൂം കാണൽ കഴിഞ്ഞു അടിയിൽ. ഇനി നമുക്ക് 2 റൂമും കൂടെ ഉണ്ട്. ഒരു റൂം ഇതാണ്. ഇവിടെയാണെങ്കിലോ ഈ ബെഡ്റൂമിൽ കിടക്കുന്ന എൻട്രൻസ് ഇവിടെ ആർച്ചൊക്കെ ചെയ്തിട്ട് ഇത് നല്ല ഇത് തന്നെയാണ്. അറ്റാച്ച് ബാത്റൂമോട് കൂടിയിട്ടുള്ള നല്ലൊരു ബെഡ്റൂമാണ്. കാണുന്ന ഹബീബിങ്ങളെ ഉണ്ടോ നല്ല ഭംഗിയിൽ തന്നെയാണ് കണ്ടില്ലേ. മോൾ ഭാഗമാണ് കാണിച്ചു തരുന്നത്. കണ്ടെങ്കിൽ അലമാരയൊക്കെ സെറ്റ് ചെയ്തിട്ട് നല്ല സെറ്റപ്പിലാണ് ഉണ്ടോ. എൻ്റെ പ്രിയപ്പെട്ട ഹബീബിങ്ങളെ, ഇത് വാടകയ്ക്ക് കൊടുത്തിരിക്കുകയാണ്. ഇപ്പോൾ മാസം 10,000 ഉറുപ്പ്യ റെൻറ്റ് കിട്ടുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് മേടിക്കണവർക്ക് മാസം 10,000 ഉറുപ്പ്യ ഇപ്പോൾ റെൻറ്റ് കിട്ടുന്നുണ്ട്. ഇതിൻ്റെ ഉള്ളിലാണ് നമുക്ക് ഒരു അറ്റാച്ച് ബാത്റൂം അല്ലേ. അതും യൂറോപ്യൻ ക്ലോസറ്റ് കാര്യങ്ങളൊക്കെ വെച്ചിട്ട് തന്നെയാണ്. അപ്പോൾ ആ സൗകര്യങ്ങളും നല്ല സൗകര്യങ്ങളാണ്. അപ്പോൾ എൻ്റെ പ്രിയപ്പെട്ട ഹബീബിങ്ങളെ കാണണം. അപ്പോൾ 2 ബെഡ്റൂം കണ്ടു നമ്മൾ കേട്ടോ. നല്ല ആർച്ച് വർക്കൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഈ ആർച്ച് ഡൈനിങ് ഹാളിലേക്കുള്ള ആർച്ച്. ഡൈനിങ് ഹാളിൽ നിന്നാണ് നമുക്ക് അടുത്ത റൂം. ഇതാ ഡൈനിങ് ഹാള് അല്ലേ. അവിടെ വാഷ് സ്പേസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതൊരു ബെഡ്റൂം കണ്ടില്ലേ ഹബീബിങ്ങൾ കാണണം. ആണോ ഡിച്ചാപൊളി ബെഡ്റൂം അല്ലേ. സൗകര്യങ്ങൾ ഏറെയുണ്ട്. ഇവിടെ ഉണ്ടിട്ട് അതേപോലെയുള്ള അലമാര കാര്യങ്ങളൊക്കെ ഇവിടെയുണ്ട്. അപ്പോൾ അലമാരങ്ങൾ മേടിച്ചുകൊണ്ടിരേണ്ട ആവശ്യമില്ല, നമ്മുടെ വീട്ടിലുണ്ട്. കണ്ടില്ലേ
അപ്പോൾ എൻ്റെ ഹബീബികൾ നല്ല വലിയ റൂം തന്നെയാണ്, 3 റൂമും നല്ല സൗകര്യമാണ്. പിന്നെ ഇത് ഡൈനിങ് ഹാള് കേട്ടോ ഉണ്ട്. ഇനി നമുക്ക് കിച്ചൺ കാണണം, അത് കഴിഞ്ഞിട്ട് നമുക്ക് മുകളിലേക്ക് കയറാം. ഇതാ കിച്ചൺ ആണെങ്കിലും അത്യാവശ്യം നല്ല സ്റ്റോർ റൂം, കിച്ചൺ സൗകര്യങ്ങൾ. ഇതാ സ്റ്റോർ റൂം ഇതാണ് കേട്ടോ. ഇവിടുത്തെ ബൾബ് എവിടെ ലൈറ്റ് ഇടുന്ന നോക്കുന്നില്ല നമ്മൾ, ഇങ്ങനെ നോക്കുക. ഇതാ കിച്ചൺ കണ്ടില്ലേ നിങ്ങൾ? മാഷാ അല്ലാഹ് നല്ല അടിപൊളി കിച്ചൺ കണ്ടില്ലേ ഹബീബിങ്ങളെ? എന്താ കിച്ചൺ കേട്ടോ, സൗകര്യത്തിൽ നല്ല രീതി. ഈ കിച്ചണിന് നമുക്ക് ഇങ്ങനെ ഈ ഭാഗത്തേക്ക് ഡോർ വെച്ചിട്ടുണ്ട്, പുറത്തേക്ക് ഇങ്ങനെ കിടക്കാം. പിന്നെ ഓപ്പൺ കിണറാണ് കേട്ടോ, ഇപ്പോൾ വെള്ളത്തിന് ബുദ്ധിമുട്ടില്ല. അപ്പോൾ എൻ്റെ പ്രിയപ്പെട്ട ഹബീബിങ്ങളെ, നമ്മൾ മുകളിലേക്ക് കയറുകയാണ്. ഈ മുകളിലേക്ക് കയറിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം, ഇതൊക്കെ നല്ല സീലിംഗ് ചെയ്തിട്ടുണ്ടോ, റൂഫ് ചെയ്തിട്ട് നല്ല രീതിയിലാണ്. മുകൾ ഭാഗം കാണണം ഹബീബിങ്ങളെ, നല്ല രീതിയിൽ നല്ല വർക്കാണ് ചെയ്തിരിക്കുന്നത്. ഈട്ട റൂഫിന് തന്നെ നമുക്ക് എത്ര വരുമെന്ന് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരേണ്ട ആവശ്യമില്ല. നല്ല രീതിയിലാണ് ഓരോ ഭാഗങ്ങളും നിങ്ങൾ കാണണം ഹബീബിങ്ങളെ, കാണണം. നല്ല പച്ചപ്പുള്ള നല്ല പ്രകൃതി ഭംഗിയുള്ള ഏരിയയാണ്. നമുക്കിവിടെ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയും, ഇത് ഊട്ടിയല്ല, കൊടൈക്കനാലല്ല. പക്ഷേ നമുക്ക് ഈ ഒരു ഊട്ടി പോയതിൻ്റെ ഒരു എൻജോയ് ആണ് ഇവിടെ കിട്ടുന്നത് കേട്ടോ. കാരണം മുകൾ ഭാഗമൊക്കെ നോക്കണം ഹബീബിങ്ങളെ, കാണണം. വെള്ളത്തിൻ്റെ ടാങ്ക് കാണണം കേട്ടോ. ഡ്രസ്സ് അലക്കിടാൻ വേണ്ടി ചെയ്ത പരിപാടിയാണിത്, പക്ഷെ നല്ല ഭംഗിയോട് കൂടിയിട്ടാണ്. അതുപോലെ തന്നെ തൊട്ടടുത്തൊക്കെ വീടുകളുണ്ട് ഹബീബെ, കാണണം കേട്ടോ. തൊട്ടപ്പുറത്തുള്ള വീടുകൾ അതോ കണ്ടോ, നല്ല കോട കണ്ടോ. ഇങ്ങനെ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ വിചാരിക്കും ഊട്ടിയിലാണോ മൈസൂരാണോ എന്ന്, കൊടൈക്കനാലിലാണോ അതോ വേറെ എവിടെയെങ്കിലും ആണോ, കാശ്മീരിലാണോ എന്നൊക്കെ നമ്മൾ ചിന്തിച്ചു പോകും. കാശ്മീരിൻ്റെ താഴ്വാരത്ത് പോയ മാതിരി, അല്ലെങ്കിൽ വയനാട് പോയ പോലെ, അല്ലെങ്കിൽ ഊട്ടിയിൽ പോയ പോലെ, അല്ലെങ്കിൽ മറ്റുള്ള ഏതെങ്കിലും നല്ല കൂളിങ്ങുള്ള സ്ഥലങ്ങളിൽ പോയ പോലെ, നല്ല പ്രകൃതി ഭംഗിയുള്ള കണ്ടോ, വാഹനങ്ങൾ നിർത്താൻ യഥേഷ്ടം സ്ഥലം, നല്ല മിറ്റം, നല്ല മതിൽ കണ്ടോ ഹബീബിങ്ങൾ കാണണം കണ്ടോ. ഇവിടെ വെള്ളച്ചാട്ടം കാര്യങ്ങളൊക്കെ ഉണ്ട് കണ്ടോ, നല്ല കോട കണ്ടോ. സൗദി അറേബ്യയിലെ അബഹയെ പോയ മാതിരിയുണ്ട്. അബഹ, കമ്മീസ് മുഷേത്ത് എന്നീ ഭാഗങ്ങളിൽ, അൽനമാസ് എന്നീ ഭാഗങ്ങളിൽ. കാരണം നമ്മൾ തായിഫിലേക്ക് പോകുമ്പോൾ, അബഹയിൽ നിന്നും തായിഫിലേക്ക് പോകുമ്പോൾ ഇങ്ങനെ പച്ചപ്പുള്ള സ്ഥലം കാണാം, മലം പ്രദേശം കാണാം, കോട്ട കാണാം. അതേപോലെയുണ്ട് എൻ്റെ ഹബീബികൾ, കാണണം. നിങ്ങൾക്കിത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. എല്ലാ ഭാഗവും ഞാൻ നിങ്ങൾക്ക് വ്യക്തമായിട്ട് കാണിച്ചു തന്നിട്ടുണ്ട്. ബസ് റൂട്ടിൽ നിന്ന് നമുക്ക് ആകെ 100 മീറ്ററാണ് കേട്ടോ, ടാറിങ് റോഡാണ്. അപ്പോൾ ഹബീബിങ്ങൾ എല്ലാ ഭാഗവും കണ്ടു കഴിഞ്ഞു എന്ന് വിചാരിക്കുന്നു. കണ്ടോ, ഊട്ടിയെ പോലെ, മൈസൂരിനെ പോലെ, അബഹയെ പോലെ തണുപ്പുള്ള സ്ഥലം, നല്ല പച്ചപ്പുള്ള സ്ഥലം കേട്ടോ, നല്ല റിസോർട്ടിന് അനുയോജ്യമായ സ്ഥലം കണ്ടോ, ടാറിങ് റോഡ് ഹബീബിങ്ങൾ കാണണം. അങ്ങനെ എല്ലാ സൗകര്യത്തോടു കൂടിയ ഈ വീടിനും സ്ഥലത്തിനും പറയുന്ന വില കേട്ടില്ലേ, 55 സെൻറ്റ് സ്ഥലവും വീടും, വളരെ കുറഞ്ഞ റേറ്റിൽ. അപ്പോൾ ഇൻഷാ അല്ലാഹ് നമുക്കിനി ബാക്കി കാര്യങ്ങളിലേക്ക് കിടക്കാം. എൻ്റെ പ്രിയപ്പെട്ട ഹബീബിങ്ങൾ, ഈ കോട കണ്ടു അല്ലേ? ഇനി നമുക്ക് കാണാൻ ഇവിടെ മേൽഭാഗത്ത് നിന്ന് ഒരെണ്ണം കൂടെ ഉണ്ട്. ഈ കോടയൊക്കെ കണ്ടു, ഇതെല്ലാം കണ്ടു കഴിഞ്ഞു. ഇനിയാണ് നമ്മൾ അവസാനമായിട്ട് ഈ ഭാഗം കൂടെ ഒന്ന് കാണിച്ചു തരാം. വീടിൻ്റെ നേരെ ബാക്കിലാണ് നമ്മുടെ റബ്ബർ നിൽക്കുന്നത്. മഴ കാരണമാണ് നമുക്ക് ഉള്ളിലേക്ക് പോകാൻ പറ്റാത്തത് കണ്ടോ. പ്രിയപ്പെട്ട ഹബീബിങ്ങളെ, ഇതാണ് റബ്ബർ. ആ റോഡ് സൈഡിൽ നിന്ന് നിങ്ങൾക്കൊക്കെ കാണിച്ചു തന്നു ഞാൻ. അപ്പം എൻ്റെ പ്രിയപ്പെട്ട ഹബീബിങ്ങൾ, വെറും 35 ലക്ഷം രൂപയാണ് ഇതിൻ്റെ വില. ധൈര്യമായിട്ട് വാങ്ങിക്കോളി. 45, 50 പറഞ്ഞ റേറ്റ് നമ്മൾ സംസാരിച്ച് 35. നെഗോഷ്യബിൾ ഇല്ല കേട്ടോ, നെഗോഷ്യബിൾ ഇല്ല. 35. ഒരു 10 25 നമ്മൾ നെഗോഷ്യബിൾ ചെയ്തു തരാൻ സാധിക്കുള്ളൂ, ഒരു കച്ചവടം എന്നുള്ള രീതിയിൽ. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട ഹബീബികളെ കാണണം. അപ്പം എൻ്റെ പ്രിയപ്പെട്ട ഹബീബികൾ, ഈ സ്ഥലം കണ്ടു, വീട് കണ്ടു, വീടിന്റെ പരിസരം കണ്ടു അല്ലേ? ഇത് മണ്ണാർക്കാട് ടൗണിൽ നിന്ന് നമുക്കൊരു 5 കിലോമീറ്ററാണ് വരിക. ബസ് റൂട്ടിൽ നിന്ന് ആകെ നമുക്ക് വരുന്ന ദൂരം 100 മീറ്ററാണ്. കാരണം തൊട്ടടുത്തൊക്കെ വീടുകളുണ്ട്. 100 മീറ്റർ മാത്രമാണ് ബസ് റൂട്ടിൽ നിന്ന് ഇതിലേക്കുള്ള റോഡ്, അതും ടാറിങ് റോഡാണ്. മാത്രമല്ല, ആ സ്ഥലം കണ്ടപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും, നല്ല റിസോർട്ടിനൊക്കെ അനുയോജ്യമായ സ്ഥലമാണ്. നല്ല ഏകദേശം ഞാൻ പറഞ്ഞു കഴിഞ്ഞു, നമ്മുടെ ഊട്ടിയുടെ കാലാവസ്ഥ, നല്ല കോട മഞ്ഞൊക്കെ ഇറങ്ങിയിട്ട് കോട ഇറങ്ങിയിട്ടുള്ള നല്ല സ്ഥലം.
അതായത് സൗദി അറേബ്യയിലുള്ളവർക്ക് അറിയാം, അബഹ മന്തക്കില് നമുക്ക് അബഹേന്ന് അങ്ങോട്ട് കമ്മീഷൻ അങ്ങോട്ട് താഴ്വിലേക്ക് പോകുമ്പോൾ നല്ല മലയോര പ്രദേശമാണ്, നല്ല കോടയൊക്കെ ആയിട്ട്. അവിടെ നിന്ന് വിട്ടാൽ നമുക്ക് ബല്ലസ്മാർ, തനൂമ, നമാസ് അങ്ങനെ പോയിട്ട് നമ്മൾ ചാടുന്നത് എവിടെയാണ്? നമ്മൾ തായിഫിലാണ്. അപ്പൊ അവിടെയൊക്കെ നല്ല കൂളിംഗ് ഉള്ള ഏരിയ, അതേപോലെയുള്ള ഒരു ഏരിയയാണ്. അപ്പൊ ഊട്ടിയിലൊക്കെ താമസിക്കുന്ന മാതിരി ഒരു ഇത് നമുക്ക് കിട്ടും. മാത്രമല്ല നല്ല വ്യൂ ഉള്ള സ്ഥലം. ഇതിന് ടോട്ടൽ വില ചോദിക്കുന്നത് ഞാൻ നിങ്ങളോട് പറഞ്ഞു, 55 സെന്റ് സ്ഥലവും ആ വീടിനും മൊത്ത വിലയാണ് പറയുന്നത് 35 ലക്ഷം രൂപ. അതിന്ന് നെഗോഷ്യബിൾ ആണോ വെച്ചാൽ അല്ല. എന്നാൽ എന്തെങ്കിലുമൊക്കെ നമ്മൾ ചെയ്യണ്ടേ? ഒരു 10-25 ഒക്കെ മാറ്റം വരുമെന്നുള്ള പ്രതീക്ഷയോടെ തന്നെ വരാൻ പാടുള്ളൂ. കാരണം അതിന് മറ്റുള്ളത് വീട് വന്നിട്ട് നിങ്ങൾ ബുദ്ധിമുട്ടിയിട്ട് കാര്യമില്ല. കാരണം അത്രയും റേറ്റ് കമ്മിയാക്കിയിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. കാരണം എമർജൻസി ആണ്, അതുകൊണ്ടാണ്. അല്ലെങ്കിൽ ഈ മുതലൊന്നും ഒരു 45 കുറഞ്ഞ് കിട്ടില്ല. അപ്പൊ എന്റെ ഹബീബികൾ, പുറത്തുള്ള വിദേശത്തുള്ള ആരെങ്കിലും ആവശ്യത്തിനൊക്കെ ധൈര്യമായിട്ട് മേടിച്ചിട്ടുള്ള നമുക്ക് റിസോർട്ട് രൂപത്തിലൊക്കെ ഉപയോഗിക്കാം. നമ്മുടെ കമ്പനികൾ, ഫാമിലികളൊക്കെ വരുമ്പോൾ താമസിക്കാൻ നല്ല വെള്ളച്ചാട്ടമൊക്കെ ഉള്ള ഏരിയ, നല്ല അനുയോജ്യമായ സ്ഥലമാണ്. അപ്പൊ എന്റെ ഹബീബികളോ യൂറോപ്പ് കൺട്രികളിലുള്ളവരോ എറണാകുളത്തോ അല്ലെങ്കിൽ നമുക്ക് പിന്നെ കോഴിക്കോട്ടുകാരൊക്കെ ഇങ്ങനത്തെ നമ്മൾ ചോദിക്കാറുണ്ട്. അതല്ലെങ്കിൽ വിദേശത്ത് രാജ്യത്ത് കഴിയുന്ന പ്രവാസികൾ ചോദിക്കാറുണ്ട്. കാരണം ഏതെങ്കിലും ടൈമിൽ വരുമ്പോൾ കുട്ടികളും മക്കളായിട്ട് ഫാമിലി ആയിട്ട് താമസിക്കാൻ വേണ്ടി 2-3 പേർക്ക് വേണമെങ്കിൽ വാങ്ങിയിട്ട് അത് അവിടെ വെച്ച് കഴിഞ്ഞാൽ അവരുടെ ഫാമിലികളിൽ നിന്ന് വരുമ്പോൾ അവിടെ എൻജോയ് ചെയ്യാൻ നല്ല ഏരിയയാണ്, നല്ല പ്രകൃതി ഭംഗിയുള്ള ഏരിയ, കുട്ടികളൊക്കെ കണ്ട നല്ല ഇഷ്ടപ്പെടുന്ന ഏരിയയാണ്. അപ്പൊ അതിന് വെറും 35 ലക്ഷം രൂപയുണ്ടെങ്കിൽ നമുക്കത് സ്വന്തമാക്കാം, യാതൊരു സംശയമില്ല. സമയം നമ്മൾ പകുതി പൈസക്ക് സമയം തരും കേട്ടോ. ഒരു 20 ലക്ഷം രൂപ ഇപ്പൊ തരികയാണെങ്കിൽ ബാക്കിക്ക് നമ്മൾ ഒരു 4 മാസം സമയം നിങ്ങൾക്ക് തരും. അപ്പൊ ഇൻഷാ അള്ളാ എന്റെ ചാനൽ കാണുക ഹബീബിങ്ങൾ, നിങ്ങളുടെ കൂട്ടുകാർക്ക്, അങ്ങനെ നിങ്ങളെ ഫാമിലി ഫ്രണ്ട്സുകൾക്ക് ഗ്രൂപ്പുകളിലൊക്കെ ചെയ്യുക. പ്രത്യേകിച്ച് എന്റെ സഹോദരിമാർ ഇങ്ങനത്തെ സ്ഥലം മേടിച്ചിട്ടോളി, ഭർത്താവ് ഗൾഫിൽ നിന്നോ മറ്റു രാജ്യങ്ങളിൽ നിന്നോ വരുമ്പോ ഒന്ന് പോയി വിസിറ്റിങ്, ഒരു 10 ദിവസം താമസിക്കാൻ അല്ലെങ്കിൽ ഒരു മാസം താമസിക്കാൻ, ആ ഒഴിവ് സമയത്ത് അല്ലെങ്കിൽ സ്കൂൾ പൂട്ടിയാൽ ആ സമയത്തൊക്കെ അതേപോലുള്ളവർക്കൊക്കെ താമസിക്കാൻ അനുയോജ്യമായതാണ്. അതല്ലെങ്കിൽ റെന്റിന് കൊടുക്കാനോ 10,000 ഉറുപ്പ്യക്ക് ഇപ്പോൾ അവിടെ ആളുണ്ട്, അതേ റെന്റ് നിങ്ങൾക്ക് കിട്ടും. 10,000 ഉറുപ്പ്യ ആ വീടിന് മാത്രം റെന്റ് കിട്ടുന്നുണ്ട്. അതിമനോഹരമായ നല്ല വീടാണ്, നിങ്ങൾ കണ്ടു കഴിഞ്ഞു. അപ്പൊ ഇൻഷാ അല്ലാ എന്റെ ചാനൽ കാണുന്ന ഓരോ ഹബീബിങ്ങളും ഇതൊന്ന് ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, മറ്റുള്ള ഗ്രൂപ്പുകളിൽ എത്തിക്കണം. ഇൻഷാ അല്ലാ അടുത്ത ഒരു വീഡിയോ കാണുമ്പോഴേക്കും കുല്ലുക്കും മഅസ്സലാമ.